ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കയർ ഫെഡിനെ പറ്റിയിട്ടും കയർ ബോർഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ CSEBയുടെ എക്സാമിനും പിന്നെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എക്സാമുകൾക്കും എല്ലാം കയർ ഫെഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതാണ് കയർ ഫെഡിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. രജിസ്റ്റേർഡ് ഓൺ 1979 ഒക്ടോബർ 27. 1979 ഒക്ടോബർ 27 കയർ ഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴയിലാണ്. കയർ ഈസ് കോൾഡ് ഗ്രീൻ ബിസിനസ്. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി റിലേറ്റ്സ് ടു കയർ ഫെഡ്. അപ്പോൾ കയറിനെ നമ്മൾ ഗ്രീൻ ബിസിനസ് എന്നാണ് പറയുന്നത്. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കയർ ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി. ദ പ്രൊഡക്റ്റ് ഓഫ് കയർ ഫെഡ് മാർക്കറ്റഡ് അണ്ടർ ദ ബ്രാൻഡ് നെയിം ഓഫ് കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ്പ് സ്ലീപ്പ്. കയർ ഫെഡിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഈ കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. കയർ ഫെഡ് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് നെയിമുകളാണ്. മന്ത്ലി ജേർണൽ കയർ ന്യൂസ്. 4 റീജിയണൽ ഓഫീസസ്: കൊല്ലം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്. 4 റീജിയണൽ ഓഫീസ് ഉണ്ട്. കൊല്ലം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോടാണ്. 2 ഡിവിഷൻസ്, 2 ഡിവിഷൻസ് ഉണ്ട്. നെയിംലി പ്രൊഡക്റ്റ് ഡിവിഷൻ, യാൺ ഡിവിഷൻ. പ്രൊഡക്റ്റ് ഡിവിഷനും യാൺ ഡിവിഷൻ എന്നും പറഞ്ഞ് 2 ഡിവിഷൻസ് ഉണ്ട് കയർ ഫെഡിന്. 23 മെമ്പേഴ്സ് ഇൻ ഡയറക്ടർ ബോർഡ്, 2 ഗവൺമെൻറ് നോമിനീസ്. ഡയറക്ടർ ബോർഡിൽ 23 പേരും 2 ഗവൺമെൻറ് നോമിനീസും ആണ് ഉള്ളത്. ഡിസ്ട്രസ് പർച്ചേസ് സ്കീം ഈസ് ഫോളോഡ് ബൈ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൈമറി കയർ സൊസൈറ്റി. പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട 2 ടേമുകളാണ് ഡിസ്ട്രസ് പർച്ചേസ് സ്കീം എന്ന് പറയുന്നതും ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതും. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ഡിസ്ട്രസ് പർച്ചേസ് സ്കീം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് CSEBയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അത് കയർ ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഡിസ്ട്രസ് പർച്ചേസ് സ്കീം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് കയർ കോപ്പറേറ്റീവ്സ് ആർ ഫൗണ്ട് ഇൻ കേരള. Around 4 lakh കയർ വർക്കേഴ്സ് ഇൻ കേരള. മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ആർ വുമൺ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കയർ കോപ്പറേറ്റീവ്സ് ഉള്ളത്. ഇതിൽ 4 ലക്ഷം കയർ വർക്കേഴ്സിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ദ സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് കലവൂർ, ആലപ്പുഴ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ഈസ് അറ്റ് ബാംഗ്ലൂർ. അപ്പോൾ സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ, ആലപ്പുഴയിലും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി എന്ന് പറയുന്നത് ബാംഗ്ലൂരുമാണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അത് കലവൂരായിട്ട് വരും. ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് ബാംഗ്ലൂരാണ്. അങ്ങനെ ഓർത്തിരിക്കുക. ഇതും CSEBയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് കയർ ബോർഡാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1954. രണ്ടും മാറിപ്പോകരുത് വർഷങ്ങൾ നമ്മൾ കയർ ഫെഡിൻ്റെയും കയർ ബോർഡിൻ്റെയും. കയർ ബോർഡ് 1954 വന്നത്. കയർ ഇൻഡസ്ട്രീസ് ആക്ട് അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കയർ ഇൻഡസ്ട്രീസ് ആക്ട് പാസ്ഡ് ഇൻ 1953. 1953 കയർ ഇൻഡസ്ട്രീസ് ആക്ട് വന്നത്. കയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിനാണ്. അത് മാറിപ്പോകരുത്. കയർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴയിലും കയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്, എറണാകുളം. റീജിയണൽ ഓഫീസ് ഓഫ് കയർ ബോർഡ് സിറ്റുവേറ്റഡ് ഇൻ ബാംഗ്ലൂർ, വിശാഖപട്ടണം. കയർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസ് ബാംഗ്ലൂരും വിശാഖപട്ടണത്തും ഉണ്ട്. കയർ ബോർഡ് ഡിക്ലെയർഡ് 2010 ഈസ് കയർ ഇയർ. കയർ ബോർഡ് 2010 ആ ഒരു വർഷത്തെ കയർ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കയർ ഫെഡിൽ നിന്നും കയർ ബോർഡിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്